സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഫൗണ്ടേഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ എടുത്തു. പിന്നെ മുന്നത്തെ ടോപ്പിക് ഏതായിരുന്നു? ഫൗണ്ടേഷന് മുമ്പുള്ള ടോപ്പിക്ക് ഫൗണ്ടേഷൻ തന്നെയായിരുന്നു അല്ലേ ഫസ്റ്റ് ടോപ്പിക്ക് വന്നത് സെക്കൻഡ് മൊഡ്യൂളിൽ. അപ്പോൾ അടുത്തത് വരുന്ന അടുത്ത് എന്താ? ഫൗണ്ടേഷൻ ഫസ്റ്റ് ടോപ്പിക് ആയിരുന്നു. സെക്കൻഡ് ടോപ്പിക് വരുന്നത് എന്താണ്? മെയ്സൺട്രി. എന്താ? സെക്കൻഡ് ടോപ്പിക്കാണ് നമ്മുടെ മെയ്സൺട്രി. എന്താണ് മെയ്സൺട്രിയിൽ വരുന്നത്? മെയ്സൺട്രി എന്താ? മെയ്സൺട്രി എന്താ? ബ്ലോക്ക് വർക്ക്. അതായത് ബിൽഡിംഗ് യൂണിറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? കൺസ്ട്രക്ട് ചെയ്യാണ്. എങ്ങനെ? മോട്ടാർ ഉപയോഗിച്ച് ഓരോ ലെയർ വൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കൺസ്ട്രക്ട് ചെയ്യണതിനാണ് നമ്മൾ എന്ത് പറയുക? മെയ്സൺട്രി എന്ന് പറയുക. ഇപ്പോൾ ബിൽഡിംഗ് യൂണിറ്റ്സ് എന്ത് വേണമെങ്കിലായിരിക്കാം. ഏതൊക്കെ ആയിരിക്കാം ബിൽഡിംഗ് യൂണിറ്റ്സ്? സ്റ്റോൺ ആയിരിക്കാം, ബ്രിക്ക് ആയിരിക്കാം, ഏത് മെറ്റീരിയൽ വേണമെങ്കിലായിരിക്കാം. ബിൽഡിംഗ് ബ്ലോക്സുകൾ അല്ലേ, അതായത് പാർട്ടീഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ബ്ലോക്കുകൾ. ക്ലേ ആയിരിക്കാം, ക്ലേ ബ്രിക്കുകളായിരിക്കാം, ഹോളോ ബ്രിക്കുകൾ, ഏത് യൂണിറ്റ്സ് വേണമെങ്കിലായിരിക്കാം. ആ ബിൽഡിംഗ് യൂണിറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യും? മോർട്ടാർ ഉപയോഗിച്ച് ബൈൻഡ് ചെയ്ത് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? മെയ്സൺട്രി എന്ന് പറയുക. അപ്പോൾ നമുക്ക് നോക്കാം. മെയ്സൺട്രി മേ ബി ഡിഫൈൻഡ് ആസ് ദി കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് യൂണിറ്റ്സ്. ബിൽഡിംഗ് യൂണിറ്റ്സിൻ്റെ കൺസ്ട്രക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? മെയ്സൺട്രി എന്ന് പറയുക. എന്താണ്? ബിൽഡിംഗ് യൂണിറ്റ്സിനെ അല്ലെങ്കിൽ ബിൽഡിംഗ് യൂണിറ്റ്സിൻ്റെ കൺസ്ട്രക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? മെയ്സൺട്രി എന്ന് പറയുക. ബിൽഡിംഗ് യൂണിറ്റ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സ്റ്റോൺ ആയിരിക്കാം, ബ്രിക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ്? പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ബ്ലോക്കുകളായിരിക്കാം. ഇതൊക്കെ നമ്മൾ വോൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതല്ലേ, അല്ലെങ്കിൽ ഒരു പാർട്ടീഷ്യൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഏതൊക്കെയാണ് ബിൽഡിംഗ് ബ്ലോക്കുകൾ അല്ലെങ്കിൽ ബിൽഡിംഗ് യൂണിറ്റുകൾ? ഏതൊക്കെയാണ്? സ്റ്റോൺ, ബ്രിക്ക്, പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ക്ലേ ബ്ലോക്കുകൾ. അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ബിൽഡിംഗ് യൂണിറ്റ്സിന് എക്സാമ്പിളാണ്. ക്ലിയർ അല്ലേ? കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് യൂണിറ്റ്സ് ഏതൊക്കെയാണ്? സ്റ്റോൺസ്, ബ്രിക്സ്, പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ബ്ലോക്സ് എക്സെട്ര. ബോണ്ടഡ് ടുഗദർ വിത്ത് മോർട്ടാർ. എന്താണ്? മോർട്ടാർ വെച്ച് നമ്മൾ ബൈൻഡ് ചെയ്യും. അതിനെയാണ് മെയ്സൺട്രി എന്ന് പറയാം. വെൻ സ്റ്റോൺസ് ആർ യൂസ്ഡ് ആസ് ബിൽഡിംഗ് യൂണിറ്റ്സ് ഇറ്റ് ഈസ് കോൾഡ് സ്റ്റോൺ മെയ്സൺട്രി. എന്താണ്? സ്റ്റോൺ ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എന്ത് പറയും? സ്റ്റോൺ മെയ്സൺട്രി. എന്താണ്? സ്റ്റോൺ മെയ്സൺട്രി. അതായത് നമ്മൾ ബിൽഡിംഗ് യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്കുകളായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റോൺ ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് മെയ്സൺട്രി എന്ന് പറയുക? സ്റ്റോൺ മെയ്സൺട്രി എന്ന് പറയും. ഇൻ ബ്രിക്ക് മെയ്സൺട്രി ബ്രിക്സ് ആർ യൂസ്ഡ് ആസ് ബിൽഡിംഗ് യൂണിറ്റ്സ്. ബ്രിക്ക് മെയ്സൺട്രി ആണെങ്കിലോ നമ്മൾ യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് യൂണിറ്റ് ഏതായിരിക്കും? ബ്രിക്ക് ആയിരിക്കും. അതായത് സ്റ്റോൺ ആണ് ബിൽഡിംഗ് ബ്ലോക്കായിട്ട് യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബിൽഡിംഗ് യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? സ്റ്റോൺ മെയ്സൺട്രി എന്ന് പറയും. ഇൻ കേസ് ബ്രിക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ബ്രിക്ക് മെയ്സൺട്രി എന്ന് പറയും. ഇഫ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് യൂണിറ്റ്സ് ആർ യൂസ്ഡ് ഇൻ എ കൺസ്ട്രക്ഷൻ ഇറ്റ് ഈസ് കോൾഡ് കോമ്പോസിറ്റ് മെയ്സൺട്രി. എന്താണ്? മോർ ദാൻ വൺ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരെണ്ണം സ്റ്റോൺ ആണെന്ന് പറഞ്ഞു അല്ലേ, അങ്ങനെയാണെങ്കിൽ സ്റ്റോൺ മെയ്സൺട്രി എന്ന് പറയും. ബ്രിക്ക് ആണെങ്കിൽ ബ്രിക്ക് മെയ്സൺട്രി എന്ന് പറയും. ഇത് ഒന്നിൽ കൂടുതൽ ബിൽഡിംഗ് യൂണിറ്റ്സ് വന്നാൽ നമ്മൾ അതിന് എന്ത് പറയും? കോമ്പോസിറ്റ് മെയ്സൺട്രി. എന്ത് പറയും? കോമ്പോസിറ്റ് മെയ്സൺട്രി. കോമ്പോസിറ്റ് മെയ്സൺട്രിക്ക് നമുക്ക് എന്ത് എക്സാമ്പിൾ പറയാം? സ്റ്റോണും ബ്രിക്കും കൂടി കമ്പൈൻ ചെയ്തിട്ട് വോൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, വോൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? കോമ്പോസിറ്റ് മെയ്സൺട്രി എന്ന് പറയും. കോമ്പോസിറ്റ് മീൻസ് ഒന്നിൽ കൂടുതൽ വരിക. വേറെ ഏതൊക്കെ വരാം? വേറെ ഏത് വരാം?
പറഞ്ഞേ. ആ സ്റ്റോണും ബ്രിക്കും വരാം ഒരു എക്സാമ്പിൾ. പിന്നെ ഏത് വരാം? ആ കോൺക്രീറ്റും റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റും ബ്രിക്കും വരാം അല്ലേ? അതായത് കോൺക്രീറ്റ് ബ്ലോക്കുകളും അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ക്ലേ ബ്രിക്കുകളും വരാം. ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. 2 ബിൽഡിംഗ് യൂണിറ്റ്സ് ഉണ്ടായിരിക്കണം. 2 ബിൽഡിംഗ് യൂണിറ്റ്സ് ഉപയോഗിച്ച് കൺസ്ട്രക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? കോമ്പോസിറ്റ് മേസൺറി. അല്ലെങ്കിൽ മോർ ദാൻ 1 ബിൽഡിംഗ് യൂണിറ്റ്. മോർ ദാൻ 1 ബിൽഡിംഗ് യൂണിറ്റ്സ്, ഒന്നിൽ കൂടുതൽ ബിൽഡിംഗ് യൂണിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കോമ്പോസിറ്റ് മേസൺറി എന്ന് പറയും. കോമ്പോസിറ്റിന്റെ മീനിങ് എന്താ? 2 ടൈപ്പ് വരിക അല്ലേ? കോമ്പോസിഷൻ. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? ഇതിൽ ഇത്രയും നോക്കാനുള്ളൂ. ഡെഫിനിഷൻ നോക്കുക. എന്താണ്? കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് യൂണിറ്റ്സ്. ബിൽഡിംഗ് യൂണിറ്റ്സിന്റെ കൺസ്ട്രക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? മേസൺറി എന്ന് പറയുക. ബോണ്ടഡ് ടുഗദർ വിത്ത് മോർട്ടാർ. മോർട്ടാർ വെച്ചിട്ടാണ് നമ്മൾ ബൈൻഡ് ചെയ്യുന്നത്, ബിൽഡിംഗ് ബ്ലോക്സിനെ ബൈൻഡ് ചെയ്യുന്നത് അല്ലേ? അതാണ് ഡെഫിനിഷൻ വരുന്നത്. പിന്നെന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റോൺ ആണെങ്കിൽ, ബിൽഡിംഗ് യൂണിറ്റ് ആയിട്ട് സ്റ്റോൺ ആണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എന്ത് പറയും? സ്റ്റോൺ മേസൺറി. നമ്മൾ അല്ലെങ്കിൽ ബ്രിക്ക് ആണ് ബിൽഡിംഗ് യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എന്ത് പറയും? ബ്രിക്ക് മേസൺറി എന്ന് പറയും. അല്ല, മോർ ദാൻ 1 ടൈപ്പ് ഓഫ് ബിൽഡിംഗ് യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ബിൽഡിംഗ് യൂണിറ്റ്സ് വരുന്നുണ്ടെങ്കിൽ അത്തരം കൺസ്ട്രക്ഷൻ നമ്മൾ എന്ത് പറയും? കോമ്പോസിറ്റ് മേസൺറി. ക്ലിയർ ആയല്ലോ? ബ്രിക്ക് മേസൺറി, സ്റ്റോൺ മേസൺറി ആൻഡ് കോമ്പോസിറ്റ് മേസൺറി. മേസൺറിയുടെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇത്രയാണ് കേട്ടോ പറയാനുള്ളത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയില്ല. അതായത് മേസൺറി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കായിട്ട് ചോദിക്കാൻ സാധ്യതയില്ല. ഒന്നില്ലെങ്കിൽ ബ്രിക്ക് മേസൺറി ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഏതായിരിക്കും ചോദിക്കുക? സ്റ്റോൺ മേസൺറി ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ്. ഒന്ന് ബ്രിക്ക് മേസൺറി ഉണ്ട്, ഒന്ന് സ്റ്റോൺ മേസൺറിയും പഠിക്കാനുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ മിക്കവാറും സാധ്യത ബ്രിക്ക് മേസൺറിയും സ്റ്റോൺ മേസൺറിയും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അത് രണ്ടിനെയും കുറിച്ച് നോട്ട് എഴുതാനായിരിക്കും പറയാം, രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അപ്പോൾ നോട്ട് ചെയ്തോ. ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന്, അതായത് ഈ മേസൺറി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ബ്രിക്ക് മേസൺറിയും സ്റ്റോൺ മേസൺറിയും, അല്ലെങ്കിൽ ഇതിന് രണ്ടിനും കുറിച്ച് നോട്ട് എഴുതാനായിട്ട് വരും, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ചോദിക്കാം. ഇതേ വരുള്ളൂ ഇതിൽ നിന്ന്. ഓക്കെ, ഡിഫറൻസ് പറയാനാണെങ്കിൽ നമുക്ക് കുറച്ച് പറയാനുണ്ട്. സ്ട്രെങ്ത്തിൻ്റെ കാര്യം പറയണം, അതുപോലെ അപ്പിയറൻസിൻ്റെ കാര്യം പറയണം, അതുപോലെ മോട്ടാർ യൂസ് ചെയ്യുന്നത്, അതുപോലെ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത. ഇപ്പോൾ രണ്ടിലും എന്താണ്? രണ്ടിലും ഇത് കമ്പയർ ചെയ്യേണ്ട വരും നമുക്ക്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഡിഫറൻസ് ആയിട്ട് വരിക. നമ്മളിപ്പോൾ വെയ്റ്റും മാസും തമ്മിൽ ഡിഫറൻസ് പറയില്ലേ, അതേപോലെ തന്നെ ഒന്നാണ് ബ്രിക്ക് മേസൺറിയും സ്റ്റോൺ മേസൺറിയും തമ്മിൽ ഡിഫറൻസ് പറയാന്നുള്ളത്. അത് എക്സാമിന് ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. ചോദിക്കുകയാണെങ്കിൽ അതേ ചോദിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. എന്തായാലും മറക്കാതെ പഠിച്ചു വെക്കണം, നോട്ട് ചെയ്ത് പോവാം കേട്ടോ. അത് പറഞ്ഞ ക്വസ്റ്റ്യൻ. എന്താണ് അടുത്ത് പറയാനുള്ളത്? സ്റ്റോൺ മേസൺറി. എന്താണ് പറയാനുള്ളത്? സ്റ്റോൺ മേസൺറി. നമ്മൾ പറഞ്ഞു ബിൽഡിംഗ് യൂണിറ്റ് ആയിട്ട് സ്റ്റോൺ ആണ് യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റോൺ മേസൺറി. അതുതന്നെയാണ് പോയിന്റ്. സ്റ്റോൺ മേസൺറി ഈസ് എ കൺസ്ട്രക്ഷൻ ടെക്നിക് യൂസിങ് സ്റ്റോൺസ് ബോണ്ടഡ് ടുഗദർ വിത്ത് മോട്ടാർ ടു ക്രിയേറ്റ് സ്ട്രക്ചേഴ്സ് ലൈക്ക് വാൾസ്, ഫൗണ്ടേഷൻസ് ആൻഡ് റിട്ടേണിംഗ് വാൾ. എന്താണ് നമ്മൾ പറഞ്ഞത്? സ്റ്റോൺസിനെ ബൈൻഡ് ചെയ്യണു ടുഗദർ വിത്ത് മോർട്ടാർ. മോട്ടാർ ഉപയോഗിച്ച് സ്റ്റോൺസിനെ ബൈൻഡ് ചെയ്യുന്നു. അത്തരം കൺസ്ട്രക്ഷനെയാണ് സ്റ്റോൺ മേസൺറി എന്ന് പറയാം. ഏതൊക്കെ സ്ട്രക്ചേഴ്സ് നമ്മൾ സ്റ്റോൺസ് ഉപയോഗിച്ച് ചെയ്യാം? വാൾസ് ചെയ്യും, ഫൗണ്ടേഷൻസ് ചെയ്യും അല്ല സ്റ്റോൺ ഉപയോഗിച്ച്. അതുപോലെ എന്താണ് റീറ്റെയിനിങ് വാൾസ്? എന്താ റീറ്റെയിനിങ് വാൾസ് കണ്ടുണ്ടോ? എന്താ
സംരക്ഷണ ഭിത്തികൾ. അതായത് നമ്മളൊരു കുന്നാണെന്ന് വിചാരിക്കുക. അതായത് ഇങ്ങനെ ഒരു കുന്ന്, നമ്മൾ ഇത്രയും പോർഷൻ നമ്മൾ ഇവിടുന്ന് മുറിച്ചു, ഇങ്ങനെയാണ് നമ്മുടെ ലാൻഡ് നിൽക്കണേന്ന് വിചാരിക്കുക. അപ്പം അതായത് ഇവിടെയൊക്കെ എന്താണ്, ഈ ഒരു പോർഷനിൽ മൊത്തം മണ്ണാണ്. കണ്ടിട്ടില്ലേ അങ്ങനത്തെ പോർഷൻസ്? നമ്മൾ നിരത്തിയിട്ട്, കുന്നൊക്കെ നിരത്തിയിട്ട് വീട് പണിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു പോർഷൻ മൊത്തം സാൻഡാ. അതായത് ഈ റെഡിൽ കാണുന്നത് സാൻഡാ, അതായത് ഒരു കുന്ന്. അപ്പോൾ എന്താണ് പ്രത്യേകത? നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ ഭാഗത്ത് സേഫ് അല്ല. കാരണം എന്താ? ഈ മണ്ണ് എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ ഇടിഞ്ഞു വീഴാം, അല്ലേ? ലാൻഡ് സ്ലൈഡ് ചെയ്ത് വരാം. വന്നൂടെ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മളൊരു വാള് കെട്ടിക്കൊടുക്കും. ഇവിടെ ഒരു വാള് കെട്ടിക്കൊടുക്കും. ഒന്നില്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഷേപ്പ് വരിക. അതായത് മുകൾ ഭാഗത്ത് ഇങ്ങനെ വെർട്ടിക്കൽ വന്നിട്ട് താഴെ ഭാഗത്ത് ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് വരാം. അല്ലെങ്കിൽ എങ്ങനെ വരാം? മൊത്തത്തിലൊരു നേരെ വരാറില്ല സാധാരണ. എന്നാണ് മുകളിൽ നിന്ന് തന്നെ ചെറിയൊരു ഇൻക്ലൈൻഡ് പൊസിഷൻ വരാം. മനസ്സിലായോ? കാരണം താഴെ എപ്പോഴും എന്ത് കൂടുതലായിരിക്കും? തിക്നെസ് കൂടുതലായിരിക്കും കൊടുക്കുക. കാരണം എന്താ? കാരണം അറിയോ അതിന്? ഉയരം കൂടുന്തോറും താഴെയുള്ള പ്രഷർ കൂടും. എന്താ? ഉയരം കൂടുന്തോറും താഴെയുള്ള പ്രഷർ കൂടും. അതായത് ഇതിൻ്റെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് താഴെ ആക്ട് ചെയ്യുന്ന പ്രഷർ ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് താഴെ എന്ത് കൊടുക്കുന്നത്? തിക്നെസ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. നിങ്ങളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒരു കുപ്പി നിറയെ വെള്ളം എടുക്കുക. ഒരു കുപ്പി നിറയെ വെള്ളം എടുക്കണു. അതിൻ്റെ സൈഡിലായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹൈറ്റിൽ നമ്മൾ ഓട്ട കുത്തി കൊടുക്കുന്നു. അതായത് ഇതാണ് കുപ്പി. ആ കുപ്പിയുടെ ഇവിടെ ഒരു ഓട്ട, ഇവിടെ ഒരു ഓട്ട, ഇവിടെ ഒരു ഓട്ട. ഇതിൽ മൊത്തം വെള്ളമാണ്. ഇതിലെങ്ങനെയായിരിക്കും വെള്ളം പോവുക? താഴെ വെള്ളം ഇങ്ങനെ പോവും. കുറച്ചുകൂടി മുകളിലേക്കാകുമ്പോൾ ഇത്രയേ ഉണ്ടാവുള്ളൂ. കുറച്ചുകൂടി മുകളിലേക്കാകുമ്പോൾ ഇങ്ങനെയായിരിക്കും വെള്ളം പോവുക. കാരണം എന്താ? ഏറ്റവും താഴെയായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ. അതായത് നമ്മൾ ചില സ്ഥലത്ത് പുഴയുടെയൊക്കെ കാര്യം പറയില്ലേ, താഴെ നല്ല അടിയൊഴുക്കാണെന്ന്. മുകളിലത്തെ നോക്കണ്ട, താഴെ എന്തുണ്ടായിരിക്കും? നല്ല അടിയൊഴുക്കുണ്ടായിരിക്കും. കാരണം എന്താ? ആഴങ്ങളിൽ പ്രഷർ കൂടുതലായിരിക്കും. എക്സാമ്പിൾ വേറൊരെണ്ണം നോക്കുകയാണെങ്കിൽ, ഡാം സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും എപ്പോഴും, അല്ലേ? ഇവിടെ ആയിരിക്കും വെള്ളം ഉണ്ടായിരിക്കുക. അതായത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന വെള്ളം. ഡാമിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, അല്ലേ? കാരണം എന്താ? താഴെ എപ്പോഴും പ്രഷർ, ഇവിടെ തിക്നെസ് കൂടുതൽ കൊടുക്കും. വെള്ളമൊക്കെ ആകുമ്പോൾ അത്രത്തോളം പ്രഷറിലായിരിക്കും നിൽക്കുന്നത്. അത്ര ഹൈറ്റിലല്ലേ ഡാമിൻ്റെ റിസർവോയർ എന്ന് പറയുന്നത്. അതായത് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം അത്രയും ഹൈറ്റിലാണ്. ഇത്രയും ഹൈറ്റിൽ അതാണ് കൂടുതൽ വെള്ളം ലെവലിനനുസരിച്ച് എന്ത് ചെയ്യുന്നത്? വെള്ളം നമ്മൾ ഷട്ടർ തുറന്ന് വിടുന്നത്. കാരണം എന്താ? താഴെയുള്ള പ്രഷർ അത്രയും കൂടുതൽ വരും. ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കാം? സ്ട്രക്ചറിന് ഡാമേജുകൾ സംഭവിക്കും. അതുപോലെ തന്നെ അതിൻ്റെ തീരങ്ങളിലുള്ള ബണ്ടുകൾ പൊട്ടാം, പല കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഇതുപോലുള്ള റീറ്റൈനിങ് സ്ട്രക്ചേഴ്സ്, റീറ്റൈൻ ചെയ്യാന്ന് വെച്ചാൽ സംരക്ഷണ ഭിത്തി. ഡാം ഒരു തരത്തിൽ എന്താണ്? ഒരു റീറ്റൈനിങ് സ്ട്രക്ചറാണ്, അല്ലേ? സംരക്ഷണം കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു വെള്ളത്തിനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണതിന് എന്ത് കൊടുക്കുകയാണ്? പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് എന്ത്? ഡാം. അപ്പോൾ അതുപോലുള്ള റീറ്റൈനിങ് സ്ട്രക്ചേഴ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? താഴെ പ്രഷർ എപ്പോഴും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ താഴെയുള്ള പൊസിഷൻ നമ്മളെപ്പോഴും തിക്നെസ് കൂടുതലായിരിക്കും കൊടുക്കുക. അത് നിങ്ങൾക്ക് പല സ്ട്രക്ചറുകളും നോക്കിയാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് ഇതുപോലെ
മണ്ണൊക്കെ കൂട്ടി ഇങ്ങനെ നികത്തിയിട്ട് വീട് പണിയുന്ന സ്ഥലങ്ങളിൽ ശരിക്കും ഇങ്ങനെ ഒരു സ്ലോപ്പായിട്ടായിരിക്കും പണിതിട്ടുണ്ടായിരിക്കുക. അതുപോലെ റോഡ് സൈഡുകളിലുള്ള പല ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് റോഡ് സൈഡുകളിൽ നമ്മൾ റോഡിൻ്റെ പണിക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ബാരിക്കേഡ് പോലെ റീറ്റൈനിങ് സ്ട്രക്ചേഴ്സ് ചെയ്തിട്ടുണ്ടാവും. ഈ റീറ്റൈനിങ് സ്ട്രക്ചർ ചെയ്യാത്തത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഒരു കൊല്ലമായോ എന്ന് എനിക്കറിയില്ല. അന്ന് മറ്റേ അർജുൻ്റെ ലോറിമയ്ക്ക് മണ്ണ് വീണത് ഓർമ്മയുണ്ടോ? കർണാടകയില്. അതായത് ലാൻഡ് സ്ലൈഡ് ചെയ്ത് വന്നതാ. അവിടെ റോഡ് പണിക്കായിട്ട്, പുതിയ റോഡ് പണിക്കായിട്ട് ഇതുപോലെ സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കുന്ന് നികത്തിയിട്ടാണ് നമ്മളെല്ലാവരും റോഡ് കൺസ്ട്രക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അതിന് റീറ്റൈനിങ് സ്ട്രക്ചർ അവർ കൊടുത്തില്ല. അതുകൊണ്ട് ഒരു മഴ വന്നപ്പോൾ ആ കുന്ന് മൊത്തം ലാൻഡ് സ്ലൈഡ് ചെയ്ത് വന്നിട്ടാണ് അന്ന് അപകടം ഉണ്ടായത്. മനസ്സിലായോ? അതായത് താഴെ അത്രയും പ്രഷറിൽ നിൽക്കുകയാണ്, മണ്ണ് മൊത്തത്തിൽ ഇങ്ങോട്ട് തള്ളി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ റീറ്റൈനിങ് സ്ട്രക്ചറൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോൺ ആണ് കൂടുതൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. ക്ലിയർ? അപ്പോൾ റീറ്റൈനിങ് സ്ട്രക്ചേഴ്സും ഡാമൊക്കെ അതിൻ്റെ സ്ട്രക്ചറിൽ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഷേപ്പിൽ ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം ഇതാണ്. റീറ്റൈനിങ് സ്ട്രക്ചറൊക്കെ ചെയ്യാറില്ലേ നിങ്ങൾ? ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ മാത്രമല്ലല്ലോ. ഓക്കെ, ഇപ്പം എന്താണ്? അപ്പോൾ ഇതാണ് സ്റ്റോൺ മേസൺറിയിൽ പറയുന്ന റീറ്റൈനിങ് വാൾസ്. നിങ്ങൾക്ക് അറിയാത്തത് ആ ഒരു ടൈമായിരിക്കും, അറിയായിരിക്കും, എന്നാലും ചിലവർക്ക് അറിയാത്തത് ഇതായിരിക്കും. മെയിൻലി നിങ്ങൾ കുന്നൊക്കെ നികത്തിയിട്ട് ചെയ്യുന്ന കൺസ്ട്രക്ഷനിലും കാണാൻ പറ്റും ഇതുപോലെയുള്ള റീറ്റൈനിങ് സ്ട്രക്ചേഴ്സ്. റീറ്റൈനിങ് സ്ട്രക്ചറായിട്ട് ഇതേ ഷേപ്പിൽ തന്നെ ചെയ്യണം. അത്രത്തോളം പ്രഷറായിരിക്കും, നമുക്കൊന്നും ചിലപ്പോൾ ഊഹിക്കാൻ പറ്റാത്ത അത്രയും പ്രഷർ ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത എന്താണ് വരുന്നത്? ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോൺ മേസൺറി. സ്റ്റോൺ മേസൺറിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെയാ? സ്റ്റോൺ മേസൺറി ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് സ്റ്റോൺസ് യൂസ്ഡ് ഇൻ ദി കൺസ്ട്രക്ഷൻ. ഏതൊക്കെയാണ്? ഹലോ, ഞാൻ വീട്ടിൽ ഒരു ചെറിയൊരു ഇഷ്യൂ. ക്ലാസിഫിക്കേഷൻസ് ഓഫ് സ്റ്റോൺ മേസൺറി. സ്റ്റോൺ മേസൺറിയുടെ ക്ലാസിഫിക്കേഷനാണ് പറയണത്. സ്റ്റോൺ മേസൺറി ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ് എന്നാണ്. കുറച്ച് ക്ലാസിഫിക്കേഷൻസ് പറയുന്നുണ്ട് എന്തിൻ്റെ? സ്റ്റോൺ മേസൺറിയുടെ. ഡിപ്പെൻഡിങ് അപ്പോൺ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് സ്റ്റോൺസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ സ്റ്റോൺ മേസൺറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എത്ര തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ഒന്ന് റബിൾ മേസൺറി, അതായത് സ്റ്റോൺ മേസൺറിനെ നമ്മൾ പറയുന്നതാണ് റബിൾ മേസൺറി ഉണ്ട്, അതുപോലെ തന്നെ ഏഷ്ലാർ മേസൺറി ഉണ്ട്. എന്തുണ്ട്? റബിൾ മേസൺറി ഉണ്ട്, ഏഷ്ലാർ മേസൺറി ഉണ്ട്. ആ റബിൾ മേസൺറിയിൽ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറി കൊടുക്കും. എന്താണ്? കോഴ്സ്ഡ് റബിൾ. അതാണ് കോഴ്സ്ഡ് റബിൾ മേസൺറി. അടുത്ത എന്താണ്? അൺകോഴ്സ്ഡ് റബിൾ മേസൺറി. പിന്നെന്താണ്? റാൻഡം റബിൾ മേസൺറി, കോഴ്സ്ഡ് റബിൾ. പിന്നെന്താണ്? കോഴ്സ്ഡ് റബിൾ ഒരു വട്ടം പറഞ്ഞല്ലേ. പിന്നെന്താണ്? പോളിഗണൽ
റബിൾ. ഇത്രയാണ് റബിൾ മേസൺറിയിലുള്ള ക്ലാസിഫിക്കേഷൻസ്. നോക്കിയേ, ഫിഗർ നോക്കാം. ഇതെന്താണ്? കോഴ്സ്ഡ് റബിൾ മേസൺറി ക്ലാസ് 1 എന്നാണ് കോഴ്സ്ഡ്. ഓരോരോ കോഴ്സ് ഞാൻ ഇന്നലെ പറഞ്ഞു, ഇതെന്താണ്? ഓഡ് കോഴ്സാണ് അല്ലേ? ഒന്നാമത്തെ കോഴ്സ് ഓഡ് കോഴ്സാണ്. രണ്ടാമത്തെ കോഴ്സ് അപ്പോൾ എന്തായിരിക്കും? ഈവൻ കോഴ്സ്. ഒന്ന് ഓഡ് കോഴ്സും 2 ഈവൻ കോഴ്സായിരിക്കും. ക്ലിയർ ആണോ? ആ ഒരു കാര്യം ക്ലിയർ അല്ലേ? അതായത് ആദ്യം കൊടുക്കുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെ ഇരട്ടിയായിരിക്കും. ആ, പിന്നെ ഇതിൻ്റെ മുകളിലുള്ള കോഴ്സ് എന്തായിരിക്കും? വീണ്ടും ഓഡ് കോഴ്സ് വരും. അതിൻ്റെ മുകളിൽ വീണ്ടും ഈവൺ കോഴ്സ് വരും. അങ്ങനെയാണ് നമ്മൾ ബ്രിക്കുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ കോഴ്സുകളായിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? കോഴ്സ്ഡ് റബിൾ. ആദ്യം പറഞ്ഞ സാധനം കോഴ്സ്ഡ് റബിൾ. കണ്ടോ, ഇത് ഓരോ കോഴ്സായിട്ടല്ലേ ചെയ്തിട്ടുള്ളത് അല്ലേ? ഓരോ ബ്രിക്കുകൾ ഓരോ കോഴ്സായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള മേസൺറി. ക്ലിയർ ആണോ? ഇതിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഇതിലൊരു വെർട്ടിക്കാലിറ്റി പോലും വരുന്നില്ല. വെർട്ടിക്കൽ ജോയിൻസ് ഒന്നും വരുന്നില്ല. എന്താണ് വെർട്ടിക്കൽ ജോയിൻസ് എന്ന് പറഞ്ഞാൽ? 2 ബ്രിക്ക് ഇങ്ങനെ ഒരേപോലെ അടക്കി വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? ഈ സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് വരും. അതാണ് വെർട്ടിക്കാലിറ്റി എന്ന് പറയുന്നത്. അത് ഇതിൽ കാണാനുണ്ടോ? ഇല്ല. വെർട്ടിക്കൽ ജോയിൻസ് ഒന്നും വരാതെ കറക്റ്റായിട്ട് ഓഡ് കോഴ്സും ഈവൻ കോഴ്സും ആയിട്ട് കോഴ്സ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? കോഴ്സ്ഡ് റബിൾ മേസൺറി എന്ന് പറയും. അതാണ് ക്ലാസ് 1 കേട്ടോ. ഒന്നാമത്തെ കാറ്റഗറിയാണ് വരുന്നത്. അതിൽ തന്നെ വേറൊരു കാറ്റഗറിയും വരുന്നുണ്ട്. നോക്കിയേ, ക്ലാസ് 2. ഇതിൻ്റെ പ്രത്യേകത എന്താ? അതായത് ഒന്നാമത്തെ ഫിഗറിനെ അപേക്ഷിച്ച് രണ്ടാമത്തേൻ്റെ പ്രത്യേകത എന്താ? നിങ്ങൾ നോട്ടീസ് ചെയ്തത് ഏതാ? ഓട് ഈവൺ ഉണ്ട് ഇല്ലേ? ഓട് ഇതുണ്ട്, ഈവൺ ഇതുണ്ട്. കോഴ്സ്ഡ് ആയിട്ടാണ് അല്ലേ? ഇതൊരു കോഴ്സാണ്, അതുപോലെ മുകളിൽ വന്നിട്ടുള്ളത് ഒരു കോഴ്സാണ്. പക്ഷെ എന്താണ് നോട്ടീസ് ചെയ്തത്? ഒരു ബ്രിക്കിന് പകരം 2 എണ്ണം വന്നിട്ടുണ്ട്. കണ്ടോ? നേരത്തെ കറക്റ്റായിട്ട് ഓരോ ബ്രിക്കുകളായിരുന്നെങ്കിൽ ഇവിടെ എന്താണ്? ഒരു ബ്രിക്കിൻ്റെ സ്ഥാനത്ത് 2 ബ്രിക്ക് വെച്ചിട്ടാണ് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. കണ്ടോ? കഴിഞ്ഞതിനെ അപേക്ഷിച്ച് ഇതാണ് അതിലുള്ളൊരു മാറ്റം. കണ്ടോ? ഈ 2 ബ്രിക്കുകൾ അല്ലേ? അതായത് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തുകൂടി യൂസ് ചെയ്തിട്ടുണ്ട്? ഒരു ബ്രിക്കിന് പകരം 2 ബ്രിക്കായിട്ട് യൂസ് ചെയ്തിരിക്കുക. അങ്ങനെയും യൂസ് ചെയ്യാം. പക്ഷെ എന്താണ്? കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോയാൽ മതി. ക്ലിയർ ആണോ? കോഴ്സ്ഡ് മേസൺറി തന്നെയാണ്. പക്ഷെ എന്താണ്? ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ഇതൊരൊറ്റൊരു കോഴ്സാണ് അല്ലേ? ഇതൊരു കോഴ്സല്ലേ? ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു ബ്രിക്കിന് പകരം 2 ബ്രിക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെയും അതുപോലെ ഈ കോഴ്സിലും അങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ? പക്ഷെ എന്താണ്? കറക്റ്റ് കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു ബ്രിക്കിന് പകരം 2 ബ്രിക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ. ഓക്കെ, അടുത്ത നോക്കിയേ, ക്ലാസ് 3 വരുന്നത് കേട്ടോ. ഈ മേസൺറി ആദ്യം കിടക്കുന്ന ഫിഗർ അതെന്താണ്? ഇതും കോഴ്സ്ഡ് റബിൾ മേസൺറി തന്നെയാണ്. എന്താണ് വ്യത്യാസം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ 2 ബ്രിക്ക് ആണെങ്കിൽ ഇവിടെ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? ഒരു ബ്രിക്കിനെ തന്നെ 3 പീസാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. 3 പീസാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിലും ആ കോഴ്സ് അവിടെ എന്തായിട്ടുണ്ട്? കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോഴ്സ്ഡ് മേസൺറി എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ കോഴ്സ്ഡ് റബിൾ മേസൺറി എന്ന് തന്നെ പറയാം. കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ.
ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അതുപോലെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ? ഓഡ് കോഴ്സ് ആയാലും ഈവൻ കോഴ്സ് ആയാലും കറക്റ്റായിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. പക്ഷെ എന്താണ്, ഒരു ബ്രിക്കിന് പകരം നമ്മൾ ബ്രിക്കിൻ്റെ പീസുകൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് നോക്കിയാൽ ഈ ഫിഗർ അൺകോഴ്സ്ഡ് റബിൾ മേസൺറി. എന്താ അൺകോഴ്സ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സൊന്നുമില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വല്ല കോഴ്സ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? നോക്കിയാൽ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഒരു കോഴ്സായിട്ട് പറയാൻ പറ്റുമോ അതിനെ? ഓഡ് കോഴ്സും ഇല്ല, ഈവൺ കോഴ്സും ഇല്ല. അപ്പം എന്താണ് അൺകോഴ്സ്ഡ് റബിൾ മേസൺറി? നമ്മൾ ബേസ്മെൻ്റ് ഒക്കെ ചെയ്യുക ഇങ്ങനെയല്ലേ, ഒരു പ്രത്യേകിച്ച് ഒരു കോഴ്സൊന്നും ഉണ്ടായിരിക്കില്ല. വലിയ കല്ലുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ബാക്കി വരുന്ന സ്പേസുകളിൽ നമ്മൾ അതിൻ്റെ സൈസ് വരുന്ന രീതിയിൽ കല്ലുകൾ കട്ട് ചെയ്തിട്ട് കൊടുക്കും. അത് പക്ഷെ ഒരു കലയാണ് ആ ഒരു ബേസ്മെൻറ്റും ഫൗണ്ടേഷനൊക്കെ വർക്ക് ചെയ്യുന്നത്. അല്ല, അത്രയും ഫിനിഷിങ്ങിൽ അത് ചെയ്യുന്നത് ഒരു കഴിവ് തന്നെയാണ്. അൺകോഴ്സ്ഡ് ആയിട്ടാണെങ്കിലും അത് കറക്റ്റ് പെർഫെക്ഷനിൽ ചെയ്തിരിക്കുന്ന കാണാൻ നല്ല രസമാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ഭംഗിയാണ് കാണാൻ. അപ്പം അൺകോഴ്സ്ഡ് റബിൾ മേസൺറി, അതായത് ഈ കോഴ്സ്ഡ് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ഭംഗി തോന്നും അൺകോഴ്സ്ഡ് ആയിട്ടുള്ള റബിൾ മേസൺറി കാണാനായിട്ട്. പ്രത്യേകിച്ച് കോഴ്സൊന്നും ഉണ്ടായിരിക്കില്ല, ചെറിയ കല്ലുകളും വലിയ കല്ലുകളും ഉണ്ടായിരിക്കും. നമുക്ക് ചെറിയൊരു സ്പേസാണ് അവിടെ ബാലൻസ് വരാമെന്ന് വെച്ചാൽ ചെറിയൊരു കല്ലിൻ്റെ പീസ് വെച്ച് അത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യും അല്ലേ. ഫ്രണ്ടൊക്കെ കറക്റ്റായിട്ട് ഒരു ഫേസ് പോലെ ഇങ്ങനെ പരന്നിരിക്കുന്നുണ്ടാവും. ഡിഫറെൻ്റ് ആയിട്ടുള്ള കല്ലുകളും ഷേപ്പുകളും യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്നാലും അത് കറക്റ്റ് നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല അതിൽ. അതായത് മോട്ടാറൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. നമ്മൾ കോഴ്സിഡിലൊക്കെ മോട്ടാറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഇതിൽ നമ്മൾ മോട്ടാർ വല്ലൊന്നും യൂസ് ചെയ്തിട്ടുണ്ടാവോ? അൺകോഴ്സ്ഡിൽ ഏറ്റവും അവസാനമാണ് നമ്മൾ എന്ത് കൊടുക്കുക, കോൺക്രീറ്റിങ് ചെയ്ത് കൊടുക്കുക അല്ലേ, ബേസ്മെൻറ്റിൻ്റെ മുകളിൽ അല്ലേ. അല്ലെങ്കിൽ അൺകോഴ്സ്ഡ് ആയിട്ടുള്ള ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനായിട്ട് കൊടുക്കുക. അപ്പോൾ എന്താണ്, ഒരു പ്രത്യേകിച്ച് കോഴ്സൊന്നും ഇല്ലാത്ത റബിൾ മേസൺറിനാണ് നമ്മൾ എന്ത് പറയുക, അൺകോഴ്സ്ഡ് റബിൾ മേസൺറി. നമുക്ക് എടുത്ത് പറയാനായിട്ട് ഓഡ് കോഴ്സോ ഈവൺ കോഴ്സോ ഒന്നും ഉണ്ടായിരിക്കില്ല. ക്ലിയർ അല്ലേ? അടുത്ത എന്താണ്, റാൻഡം റബിൾ മേസൺറി. ഇതെന്താണ് പറയുക, റാൻഡമായിട്ട് കുറച്ച് ബ്ലോക്കുകൾ വെച്ച് അറേഞ്ച് ചെയ്തിരിക്കണു. കോഴ്സ് ഒന്നുമില്ല, പക്ഷെ എന്താണ് ഒരു റാൻഡായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ട്. ഒരു കോഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടോ, ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു കോഴ്സായിട്ട് പറയാം. ഇത് റാൻഡമായിട്ട് കുറച്ച് ബ്ലോക്കുകൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ അടയാളപ്പെടുത്തി കൊടുക്കാമെന്ന് തന്നെ ഉള്ളൂ. റാൻഡമായിട്ട് കുറച്ച് ബ്ലോക്കുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണു അല്ലേ. അതായത് അൺകോഴ്സ്ഡ് നമുക്ക് പറയാൻ പറ്റില്ല, അതുപോലെ തന്നെ കോഴ്സ്ഡ് നമുക്ക് പറയാൻ പറ്റില്ല. റാൻഡംലി കുറച്ച് ചെറിയ ബ്ലോക്കുകളും വലിയ ബ്ലോക്കുകളും വെച്ച് ഒരു വോള് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണു. ഓക്കെ, അതിനെയാണ് നമ്മൾ പറയുക റാൻഡം റബിൾ മേസൺറി. ഇതാണ് ക്ലാസിഫിക്കേഷൻസിൽ വരുന്നത് സ്റ്റോണിൻ്റെ കേട്ടോ. സ്റ്റോണിൽ റാൻഡം റബിളിൽ വരുന്ന കുറച്ച് ഫിഗേഴ്സാണ് കാണിച്ചത്. കോഴ്സ്ഡ് റബിള്, അതുപോലെ അൺകോഴ്സ്ഡ്, റാൻഡം റബിള്, പോളിഗണൽ എന്നൊക്കെ പറയും. പോളിഗണൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പോളിഗണൽ ഷേപ്പ്ഡ്, അതായത് ഇങ്ങനത്തെ ഷേപ്പുകളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മളൊരു ഇത് കൊടുക്കാറില്ലേ, പോയിൻറ്റിങ് കൊടുക്കൂലേ നമ്മൾ ബേസ്മെൻറ്റിന്, ഇങ്ങനെ ഒരു ഷേപ്പ്, ഇങ്ങനെ ഒരു ഷേപ്പിൽ അല്ല, ഇങ്ങനെ ഒരു ഷേപ്പിൽ, അതാണ് എന്ത് പോളിഗണൽ ഷേപ്പ്ഡ് വരിക.
ഓക്കെ, എൻ്റെ ഫിഗർ കിട്ടാണ് ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത്, റബിൾ മേസൺട്രിയിൽ വരുന്നത്. സ്റ്റോൺ മേസൺട്രിയിൽ തന്നെ റബിൾ മേസൺട്രിയിൽ വരുന്നത്. അടുത്ത എന്താണ്, ആഷ്ലാർ മേസൺട്രി. എന്താണ് ആഷ്ലാർ മേസൺട്രി? നോക്കിയേ, ആഷ്ലാർ ഫൈൻ ഉണ്ട്, അതുപോലെ ആഷ്ലാർ റഫ് ഉണ്ട്, ആഷ്ലാർ റോക്ക് ഓർ ക്വാറി ഫേസ്ഡ്. എന്തായിരിക്കും റോക്ക് അല്ലെങ്കിൽ ക്വാറി ഫേസ്ഡ്? സ്റ്റോണിൻ്റെ തന്നെയായിരിക്കും അല്ലേ, പാറ പൊട്ടിച്ചിട്ട് വരുന്ന സ്റ്റോണിൻ്റെ. പിന്നെന്താണ് വരുന്നത്, ആഷ്ലാർ ചാംഫർ. ചാംഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോളിഷ് ചെയ്തിട്ടുള്ള സ്റ്റോൺ തന്നെയാണ്. പിന്നെന്താണ്, ആഷ്ലാർ ബ്ലോക്ക് ഇൻ കോഴ്സ്. കോഴ്സ്ഡ് ആയിട്ട് ബ്ലോക്കുകൾ വരുന്നത്. ഫിഗർ നോക്കിയേ, ആഷ്ലാർ ഫൈൻ സ്റ്റോണുകൾ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുക, കറക്റ്റ് ബ്രിക്കുകളുടെ സൈസിൽ കോഴ്സ്ഡ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. കണ്ടോ, ഒരു ബ്രിക്ക്, ഇത് ബ്രിക്കിൻ്റെ ഹെഡർ പോർഷൻ കണ്ടോ, ഒരു കോഴ്സ്ഡ് ആയിട്ട്. ഇതൊരു കോഴ്സാണ്, ഓട് കോഴ്സാണ്. ഇതെന്ത് കോഴ്സാണ്, E1 കോഴ്സാണ്. കണ്ടോ, സ്റ്റോൺസ് കറക്റ്റ് ബ്രിക്കുകളുടെ സൈസിലാക്കി അറേഞ്ച് ചെയ്തിരിക്കണോ. സ്റ്റോണുകൾ ഇപ്പോൾ കിട്ടാനുണ്ടല്ലോ കറക്റ്റ് ഡെഫിനിറ്റ് ഷേപ്പിൽ ഇല്ലേ. നമ്മൾ ഫ്രണ്ടിൽ പില്ലറിലൊക്കെ വെക്കാനായിട്ട് സ്റ്റോൺസ് യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റോൺ മേസൺട്രിയിൽ. അതാണ് ഈ മോഡൽ. അടുത്തത് നോക്കിയേ, അടുത്തത് ആഷ്ലാർ ചാംഫേർഡ് മേസൺട്രി. എന്താണ് ഇതിൽ ചെയ്തിട്ടുള്ളത്, കണ്ടോ ഈ കട്ടിങ്. ചാംഫറായിട്ട് അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് പുറത്തേക്കൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ അതിൻ്റെ ഫേസ് നമുക്ക് ഫീൽ ചെയ്യും. പറയുകയാണെങ്കിൽ ഒരു കിക്കാറ്റ്, നമ്മൾ കഴിക്കുന്ന കിക്കാറ്റ് ചോക്ലേറ്റ് കണ്ടിട്ടുണ്ടോ, അത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ എന്താണ് ഇതുപോലത്തെ കട്ടിങ്ങുകൾ കാണാം. നമ്മൾ പുറത്തേക്ക് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു കിക്കാറ്റിൻ്റെ ചോക്ലേറ്റ് ആണെന്ന് വിചാരിക്കുക, ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അതായത് ഇവിടെ ഒരു കട്ടിങ്, അതായത് ഈ ഒരു പോർഷൻ മാത്രം, അതായത് ഈ ഒരു പോർഷൻ മാത്രം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ചാംഫർ ചെയ്തിരിക്കുക, അതായത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് സ്റ്റോൺസിനെ തന്നെ. ക്ലിയർ ആയോ? ഇവിടെ പ്രത്യേകിച്ച് കട്ടിങ് ഒന്നുമില്ല. അതായത് ആദ്യത്തെ നമ്മൾ കാണിച്ചതിൽ കട്ടിങ്സുകളൊന്നുമില്ല, കറക്റ്റായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസ്. പക്ഷെ അതുപോലെയല്ല ഇതിൽ എന്താണ് ചാംഫർ ചെയ്തിരിക്കുക, അതായത് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുക. ഒരു ചോക്ലേറ്റ് പീസ് പോലെ നിങ്ങൾ കിക്കാറ്റിൻ്റെ ഇനി നോക്കുകയാണെങ്കിൽ നോക്കണം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അതാണ്. ചോക്ലേറ്റ് പീസ് ഇങ്ങനെ ഡയറി മിൽക്കിൻ്റെ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നും നമുക്ക്. തോന്നുമല്ല, ശരിക്കും അങ്ങനെ തന്നെയാണ്. ഇത് പോയിന്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതല്ല കേട്ടോ. അതായത് നമ്മൾ ബ്രിക്ക് വർക്ക് കഴിഞ്ഞിട്ട് പോയിന്റിങ് കൊടുക്കൂലേ, ഇതല്ല. നമ്മൾ ഓൾറെഡി ചാംഫർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കട്ടിങ്സ് ചെയ്തിട്ടുള്ള ബ്രിക്കുകൾ വെച്ച് മേസൺട്രി ചെയ്തിട്ടുള്ളതാണ്. മനസ്സിലായോ? നമുക്കിത് തോന്നും കാണുമ്പോൾ. നമ്മൾ പോയിന്റിങ് ചെയ്ത് കൊടുക്കും ബ്രിക്ക് വർക്ക് ചെയ്തതിന് ശേഷം. അതായത് ആ ജോയിൻറ്റ്സ് എടുത്ത് കാണിക്കുന്ന പാകത്തിന് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, പോയിന്റിങ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഇത് പോയിന്റിങ് ചെയ്തിട്ടുള്ളതല്ല. ആ കട്ടകളെ അല്ലെങ്കിൽ ആ ബിൽഡിംഗ് യൂണിറ്റ്സിനെ ചാംഫർ ചെയ്തിരിക്കുക, അതായത് ആ ബ്ലോക്കിൻ്റെ ഷേപ്പ് അങ്ങനെ ആക്കി വെച്ചിരിക്കുക. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, മേസൺട്രി വർക്ക് ചെയ്യുന്നത്. ഒരിക്കലും ഇത് പോയിന്റ് ചെയ്തിട്ടുള്ളതല്ല കേട്ടോ. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഈ മേസൺട്രി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോയിൻറ്റിങ് ചെയ്തിട്ട് ആ ബ്രിക്കുകളെ എടുത്ത് കാണുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഒരിക്കലും അങ്ങനെയല്ല. ബ്രിക്കുകളെ ചാംഫർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആ ഷേപ്പിലേക്ക് ആക്കിയതിന് ശേഷം
മേസൺറി ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇങ്ങനെ ക്ലാസിഫിക്കേഷൻസ് ഒന്നും പഠിച്ചില്ലെങ്കിലും ഇതിൻ്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മ വെച്ചാൽ മതി. ഇപ്പോൾ സ്റ്റോൺ മേസൺറി ആണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് എഴുതി വയ്ക്കാം. നിങ്ങൾ ഫിഗർ വരയ്ക്കാൻ ഓർമ്മയുണ്ടെങ്കിൽ ഫിഗർ വരയ്ക്കാം. അല്ലെങ്കിൽ സ്റ്റോൺ മേസൺറിയും ബ്രിക്ക് മേസൺറിയും നമ്മൾ ഡിഫറൻസ് എഴുതുന്നുണ്ട്, അത് എഴുതാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ അടുത്തത് ബ്രിക്ക് മേസൺറി ആണ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ബ്രിക്ക് മേസൺറി നമുക്ക് കുറച്ച് ടെക്നിക്കൽ ടേംസ് പഠിക്കാനുണ്ട്. ഇപ്പോൾ മോസ്റ്റ് കോമൺലി ബ്രിക്ക് വർക്ക് ആയതുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി അതിലെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നാളെ മാക്സിമം എല്ലാവരും ക്ലാസ്സിൽ കയറുക, അറ്റൻഡ് ചെയ്യുക. എന്തായാലും ഈ പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതൊന്നില്ലെങ്കിൽ ബ്രിക്ക് മേസൺറിയും സ്റ്റോൺ മേസൺറിയും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, സ്റ്റോൺ മേസൺറിനെ കുറിച്ച് എഴുതാൻ അല്ലെങ്കിൽ ബ്രിക്ക് മേസൺറിനെ കുറിച്ച് എഴുതാൻ. എന്തായാലും എല്ലാ എക്സാമിനും ചോദിക്കുന്ന പോർഷനിലൊരു ചോദ്യമാണ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമ്മൾ എത്ര ക്ലാസ് നമുക്കറിയാമെന്ന് പറഞ്ഞാലും എത്ര നോട്ട്സ് നോക്കുന്നുണ്ടെങ്കിലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളതിൻ്റെ ഓർമ്മയായിരിക്കും ചിലപ്പോൾ നമുക്ക് എക്സാമിന് പോകുമ്പോൾ ഉണ്ടാവുക. പറഞ്ഞ ഏതെങ്കിലും ഒരു വേർഡായിരിക്കും സ്ട്രൈക്കിംഗ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ വരിക. ഓക്കെ, അതുകൊണ്ടാണ് ഓൺലൈൻ ക്ലാസ് വിടാതെ കയറാൻ പറയുന്നത്. ചിലവർക്ക് ചിലപ്പോൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ, ചിലവർക്ക് കേട്ടത് ഓർമ്മയിൽ നിന്ന് എക്സാം എഴുതാൻ പറ്റുന്നവരുണ്ടായിരിക്കും. എല്ലാവരും ഒരേപോലെ ആവില്ല. ചിലവർക്ക് എഴുതണം, എഴുതുന്നത് മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കും ചിലർ. ഞാൻ ആ ടൈപ്പാണ് ആളാണ്. അതായത് എനിക്ക് എത്ര വായിച്ചാലും എത്ര കേട്ടാലും എനിക്കത് മൈൻഡിൽ വയ്ക്കാൻ പറ്റില്ല. എനിക്കത് എഴുതിയാൽ തന്നെയാണ് എൻ്റെ മൈൻഡിൽ കയറുള്ളൂ. എഴുതി വെച്ചാലേ ഒരു കാര്യം മൈൻഡിൽ കയറുള്ളൂ. ഞാൻ എത്ര വായിച്ച് പഠിച്ചാലും എത്ര ക്ലാസ് കേട്ടാലും എനിക്ക് എഴുതണം. അത് എക്സാമിൻ്റെ തലേദിവസമൊക്കെ ഞാനിരുന്ന് എഴുതും, എന്നാലും അത് കറക്റ്റായിട്ട് എനിക്ക് മൈൻഡിൽ ഓർമ്മ വരുള്ളൂ. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ടാവും. അതുപോലെ ചിലവർക്ക് ക്ലാസ് കേട്ടാൽ മതിയായിരിക്കും, അങ്ങനെയുള്ളവരായിരിക്കാം. ചിലർക്ക് കണ്ടാൽ മതിയായിരിക്കും എന്തെങ്കിലും, അതിൽ നിന്ന് എക്സാം എഴുതാൻ കഴിവുള്ളവരുണ്ടായിരിക്കാം. എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള കഴിവുള്ളവരാണ്. അപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കി എന്താ